ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഉമ്മ. എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? എൻ്റെ അമ്മയും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ട് ഒരു 550 ഗ്രാം കൂടിയിട്ടുണ്ട്. എന്റെ ഭഗവാനെ, എന്തിനാ അമ്മ 550 ഗ്രാം, അല്ലാണ്ട് 50 കിലോ അല്ല. ഞാനെന്താ അത്രത്തോളം വല്ലതും കഴിച്ചോ? 550 ഗ്രാം ഒന്നും ഒരു മനുഷ്യൻ കൂടില്ല. ഓ ആയിക്കോട്ടെ. ഛേ, എന്താ അമ്മ, അത്ര കൂടിയിട്ടുള്ളൂ, പേടിക്കണ്ട. ഒരു ചിക്കൻ്റെ തൂക്കത്തിൽ വേരിയേഷൻ വരില്ല, അത്ര തന്നെ. ഇപ്പൊ ഒരു 2.5 കിലോ 2.25 കിലോ എന്നൊക്കെ വരില്ലേ, അത്ര ചെറുതായിട്ടൊന്ന് തൂക്കം കൂടി. ഞാൻ നോക്കാം, ഞാൻ അങ്ങനെ ഒന്നും കൂടി പാവം, അതുകൊണ്ട് ഒന്നും കൂടിയിട്ടില്ല. മതിയടാ. അപ്പൊ എന്നെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. അയ്യോ, ഞാൻ വേണ്ടി കണ്ടാലേ അങ്ങനെ അങ്ങനെ ഒരിക്കലും അങ്ങനെ പറയാം. ഇവരൊക്കെ കഴിച്ചോളൂ. ഞാൻ ഇതിന് കൊത്തവരക്ക തോരൻ വെക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ കൊത്തവരക്ക ഇങ്ങനെ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് കറിവേപ്പില, പച്ചമുളക്, ഇത് നാളികേരം, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി 2 എണ്ണം, നാളികേരം, ഒരു 2 ഉണക്കമുളകും കൂടി ചതച്ചതാണ്. ഇത് സവോള, കറിവേപ്പില, കടുക്. അമ്പു ആനയില്ലേ? ആന അല്ലമ്മ, അമ്പു ആനയില്ലേന്ന്. ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അമ്മ അറിഞ്ഞില്ലേ? അത് ആനേനെ തുലാഭാരം ചെയ്തു. ആമ്മ, ഇവിടെ നമ്മുടെ അമ്മേനെ ചെയ്യാൻ പറ്റില്ല, അവിടെയാണ് ആൾക്കാർ ആനേനെ കൊണ്ടുപോയി ചെയ്യുന്നത്. കണ്ടോ, എന്നെ മെനുവിനൊക്കെ അമ്മ തുലാഭാരം ചെയ്തില്ല. അമ്മ, അമ്മേനെ ഞങ്ങൾ ചെയ്തോ? ചെയ്യണ്ടേ? ഇപ്പൊ നോക്ക് അമ്മ, ആവശ്യമില്ലാത്തതോ ഒന്ന് തുലാഭാരം ചെയ്തപ്പോ എന്താ ത്രാസ് പൊട്ടി പോവോ? അപ്പൊ ചോദിക്ക ആനേനെ എങ്ങനെയാണ് തുലാഭാരം, ഏത് തുലാസിൽ വെച്ചിട്ടാണ് ചെയ്ത് ചോദിക്കുക. അവിടെയാണ് പോയിന്റ്. അയാൾ അതിനു വേണ്ടി 75 ലക്ഷം രൂപ ചെലവാക്കി, മനസ്സിലായില്ലേ? പുതിയൊരു സംഭവം ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിലാണ് 10 രൂപ നാണയം വെച്ചിട്ട് ആനേനെ തുലാഭാരം നടത്തിയത്. 10 രൂപ ഒരു നാണയമല്ലമ്മ, അത് എത്രയോ 5000 കിലോ ആയിട്ട് ചില്ലറയൊക്കെ എത്ര ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോ എന്റെ അമ്മ, നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ, പക്ഷികള് എന്താ ശബ്ദം ഉണ്ടായിക്കൊണ്ടത്. ഒന്നും കൊടുത്തില്ലേ അമ്മ? അല്ല, ഇപ്പൊ ഷൂട്ടിങ്ങിന്റെ അപ്പൊ എന്താ അറിയാമ്മ, ഇപ്പത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാന്ന് പറഞ്ഞാ, ഇന്നൊരാള് ആനേനെ തുലാഭാരം ചെയ്തു, നാളെ ഒരു പണക്കാരൻ പശുവിനെ തുലാഭാരം ചെയ്യും, മറ്റന്ന് അതിനെക്കാളിലും കുറവുള്ള ഒരുത്തൻ ആടിനെ തുലാഭാരം ചെയ്യും. അങ്ങനെ മൃഗങ്ങളെ തുലാഭാരം ചെയ്തുകൊണ്ടേ ഉണ്ടാവും. ഇപ്പൊ അമ്മ നോക്ക്, ഒരാൾ ഒരു പൊട്ടകാര്യം ചെയ്ത 10 പേര് അതേപോലത്തെ പൊട്ടകാര്യങ്ങൾ വേറെ വേറെ സ്ഥലത്ത് ചെയ്യും. അതുപോലെ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്ത പ്രശസ്തിക്ക് വേണ്ടിയിട്ട് വേറെ ആൾക്കാർ അത് ചെയ്തുകൊണ്ടുണ്ടാവും. ഇപ്പൊ ആനയ്ക്ക് തുലാഭാരം ചെയ്യുന്ന ആന പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല, നടന്നോ സൗഭാഗ്യം ചെയ്ത ആന. അപ്പൊ ആനനെ ചെയ്യാൻ പറ്റാത്തവര് പശുവിനെ ചെയ്യും. പശുവിനെ എന്തിനാ? പശുവിനെ ചെയ്യാൻ പറ്റാത്തവര് ആടിനെ ചെയ്യും. എന്തിനെ? ആടിനെ. അങ്ങനെയൊക്കെ ചെയ്ത് ഇനി തുലാഭാരം കണ്ട തല്ലായിരിക്കും, ത്രാസുകൾ മാറി മാറി വരും, മനസ്സിലായില്ലേ? ഞാനൊന്ന് 2 ചോദ്യം ചോദിക്കാൻ എൻ്റെ അമ്മയുടെ അടുത്ത്. വേണ്ട, ഒരേ ഒരു ചോദ്യം. എന്താണ് മനുഷ്യന് ഒന്നിലൊരു സമാധാനം ഇല്ലാത്ത, മീൻസ് സമാധാനം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മനുഷ്യന് ഒന്നിലൊരു തൃപ്തി ഇല്ലാത്ത? ഫോർ എക്സാമ്പിൾ എന്താ അറിയോ? കടുകിട്ടു, അത് അമ്മേനെ ചെറുപ്പത്തിൽ നമ്മുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നാണല്ലോ, പൊട്ടി പൊട്ടി പൊട്ടി. എൻ്റെ അച്ഛൻ വിളിക്കാറുണ്ട് അമ്മേനെ. അത് ചെറുപ്പത്തിലൊന്നല്ല, എന്നാളും കൂടി വിളിച്ചു. അത് അങ്ങനെ പറയാൻ പാടില്ല. എൻ്റെ ഭാര്യ പൊട്ടിയാണെന്ന് അച്ഛൻ സ്വയം പറഞ്ഞാൽ അത് ഓക്കെ. എൻ്റെ അമ്മ പൊട്ടിയാണെന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല, അത് ഞാൻ കൊടുക്കില്ല. ഈ കുറച്ച് ദിവസത്തെ ഗ്യാപ്പ്, അടുക്കളയിൽ ഗ്യാപ്പ് എത്ര ദിവസം? ചൊവ്വ ബുധൻ. അമ്മയല്ലേ പറഞ്ഞത് 2 മാസമായ പോലെ തോന്നി.
തോന്നുന്നില്ലേ? അങ്ങനെയൊക്കെ തോന്നുന്നു അമ്മയ്ക്ക്. തോന്നുന്നു. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാ തോന്നില്ലേ? പിന്നെ അവരെ കാണാണ്ട് എനിക്ക് അതന്നെ ഞാൻ ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഇരിക്കുന്നുണ്ടോ അല്ലെ? പച്ചക്കറി അല്ല, ആരും ഇരിക്കുന്നുണ്ട്, വന്നവരൊക്കെ പോയില്ലേ? എല്ലാം ഇരിക്കുന്നത്. ആരും ഇരിക്കില്ല, അച്ഛൻ മാത്രമേ ഇരിക്കുന്നുണ്ടാവും. അതല്ല, അവിടെ സാധനങ്ങൾ ഇരിക്കുന്നത്. സാധനം പക്ഷെ എന്നിട്ടും ഞാനിത് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാ, എനിക്ക് കഴിക്കില്ല. ഞാൻ വിചാരിച്ചെന്തറിയോ, വന്നവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനല്ല. അപ്പോൾ ഈ പച്ചക്കറിക്ക് നമുക്ക് ഒന്ന് വഴറ്റി. അപ്പൊ എന്താ അറിയോ, ഈ അപ്പാട് ഇരിക്കില്ലേ, മീനുണ്ട്, ഇറച്ചിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നിട്ട് ഞാനിത് ഉണ്ടാക്കുന്ന എങ്ങനെ അറിയോ, അതവിടെ ഇരിക്കല്ലോ. എന്റെ ആൾക്കാരെ കാണാണ്ട് എനിക്ക് എന്തോ മാതിരി എന്തൊക്കെ ഷോർട്ട് വീഡിയോ ഇട്ടാലോ ചെറിയൊരു ഫിൽറ്ററുണ്ട്, അതവിടെ ഇരിക്കല്ലോ. അവിടെ വെച്ചല്ലേ, അവിടെ വെച്ചിരിക്കുന്നേ, അതന്നെ പറഞ്ഞു. ആ വെച്ചത് അവിടെ ഇരിക്കുകയാണെന്ന്. അവിടെ ഒരാളാ ഇരിക്കുന്നുള്ളൂ. ആ, നമ്മുടെ പ്രിയത്തമൻ. എന്തറിയോ, എന്താണെങ്കിലും വീഡിയോ ഇട്ട് അവരോട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അതിനൊരു രസം വേണം അല്ലേ? അല്ലേ? അല്ല, രസത്തിന് രസം തന്നെ വെക്കണം. ഇത് ഉപ്പേരിയല്ലേ? എന്താ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു. ആ സംസാരത്തിന്റെ അതിന്റെ മെസ്സേജിന്റെ ഇനിയിപ്പോ അത് വെന്തില്ലെന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഇത്തിരി വെള്ളം. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ, വെന്തില്ലെങ്കിൽ തോന്നുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. അപ്പൊ വേണമെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് നമുക്ക് രണ്ടുപേർക്കും ഒരു കുടം വെള്ളം കൊണ്ടുവന്നിട്ട് എത്ര വേണ്ടിച്ച് അത്ര ഒഴിച്ചു കൊടുക്കാം പോരെ? അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ പറഞ്ഞത്, ദേഷ്യം വരുന്നുണ്ട്, നമ്മുടെ മുഖത്ത് അറിയുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്ന ചോദ്യം എന്താ, അതിന് എന്ത് കുരുത്തക്കെട്ട ചോദ്യമായിരിക്കുമോ എന്നിട്ട് അതിനെ ഒരു ടെൻഷൻ നമ്മുടെ മുഖത്ത് തെളിഞ്ഞ് കാണുന്നത്. അപ്പൊ എന്താ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞ അമ്മ, ഇപ്പോ പൊതുവേ നമ്മുടെ ഇന്ത്യൻസിനൊക്കെ ഒരു ഡാർക്ക് സ്കിന്നാണ്, ഒരു ഡാർക്ക് സ്കിന്ന്, ഒരു ഡാർക്ക് സ്കിൻ എന്നാണ് പറയപ്പെടുക. അതിൽ എവിടെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഉണ്ടാവും, എന്നാലും ഇന്ത്യൻസിന് അങ്ങനെയാണ് പറയുക. അപ്പോൾ ഈ കറുത്ത ആൾക്കാർക്ക് വെളുത്തിട്ടാവണം എന്നുള്ള ആഗ്രഹമാണ് കൂടുതൽ. എന്നാൽ അമേരിക്കൻസിലോ അവർക്കാണെങ്കിൽ ബ്രൈറ്റ് സ്കിന്നാണ്. അവർക്ക് എങ്ങനെയെങ്കിലും തൻ്റെ തൊലി ഒന്ന് ബ്രൗൺ ആവണം, ഒരു ഇത്തിരി ഡാർക്ക് ആവണം എന്ന് പറഞ്ഞാൽ മത്തി കിടക്കുമ്പോൾ വന്നിട്ട് ഒരു കോലം കടപ്പുറത്തൊക്കെ വന്നിട്ട് കിടക്കും. അപ്പോൾ ഇന്ത്യൻസ് ആണെങ്കിൽ വെളുക്കാൻ വേണ്ടി നടക്കുക, അവരാണെങ്കിൽ കറക്കാൻ വേണ്ടി നടക്കുക. ഏത് വെളുക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർക്ക് വെള്ളം ഒഴിച്ചു, അതിലേക്ക് വെള്ളം ഒഴിച്ചു. അപ്പോൾ വെളുത്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഇത്തിരി ഒരു ഇരുന്നറായങ്ങ എനിക്കൊരു ഭംഗി ഉണ്ടായി എന്നൊരു തോന്നല്. അപ്പോൾ കറുത്തിട്ടുള്ള ആൾക്കാർക്ക് ഞാനൊന്ന് വെളുത്ത എനിക്ക് ഭംഗി ഉണ്ടാവും വന്നിട്ട് കറുത്തവരൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ക്രീം തേക്കാൻ പറ്റും അതിൻ്റെ പിന്നാമ്പുറത്ത് ഓടിക്കൊണ്ടിരിക്കുക. വെളുത്തവരൊക്കെ ഒരു ബ്രൗണിഷ് കിട്ടാൻ വേണ്ടി ഏത് കടപ്പുറത്ത് പോയിട്ട് കിടന്നാലാണ് ആ വെയിൽ കൊണ്ടിട്ട് അങ്ങനെ ആവുക എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി അവർ. അതുപോലെ സ്ട്രൈറ്റ് മുടിയുള്ള ആൾക്കാർ, എനിക്ക് ചുരുണ്ട മുടി ഉണ്ടെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും അതിൽ ആ മുടി ഒന്ന് കർലിയാക്കാൻ വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് പോകണം. അതുപോലെ ചുരുണ്ട മുടിയുള്ള ആൾക്കാർ മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ചുരുണ്ട മുടിക്കാർക്ക് അവരുടെ മുടി ഇഷ്ടമില്ല, അതിൽ തൃപ്തിയല്ല. സ്ട്രൈറ്റ് മുടിയുള്ളവർക്ക് ആ സ്ട്രൈറ്റ് മുടിയിൽ തൃപ്തരല്ല. അതുപോലെ പല്ലുകൾ, നമുക്കൊരു ഫിക്സഡ് പല്ലുണ്ടാവും, ആ പല്ലിൻ്റെ അഴക് പോരാന്ന് പറഞ്ഞിട്ട് അതൊന്ന് ചെറുതാക്കുക, മുത്തുപോലെ ആക്കുക, അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മുടെ മുഖത്തിനനുസരിച്ചാണ് നമ്മുടെ മൂക്കും കണ്ണും ഒക്കെ ആര് ശരിക്കുള്ള ബ്യൂട്ടി പാർലറിൽ നിന്ന് ആക്കി വിട്ടിറക്കണത്. പക്ഷെ നമുക്കതുകൊണ്ട് തൃപ്തിയുണ്ടോ? നമ്മൾ എന്ത് ചെയ്യും? അതിലും മാറ്റങ്ങൾ വരുത്തും. മനസ്സിലായില്ലേ? അങ്ങനെ മനുഷ്യൻ ഒന്നിനും തൃപ്തിയില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ സങ്കടമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കൗൺസിലിനെ കാണാൻ പോകും. ആ കൗൺസിലർ ഒരു പെണ്ണാണെങ്കിലും പുരുഷനാണെങ്കിലും ചിലപ്പോൾ ഭർത്താവായിട്ട് തല്ലുകൂടിയിട്ടോ ഭാര്യനെ ചവിട്ട് കൊണ്ടിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ എന്നാലും മൂപ്പൻ്റെ ഡ്യൂട്ടി എന്താണ്? മൂപ്പർക്ക് കൗൺസിലിംഗ് ചെയ്തേ പറ്റൂ. ആൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. കാരണം കൈക്കോട്ട് പണിക്കാരന് കൈക്കോട്ട് പണി, എഞ്ചിനീയറിൻ്റെ പണി എഞ്ചിനീയറിന്, ഡോക്ടറിൻ്റെ പണി ഡോക്ടറിന്, കൗൺസിലിങ്ങിൻ്റെ പണി കൗൺസിലിംഗ് ഉണ്ടാവണം. അതുണ്ടാവാണ്ട് പറ്റില്ല. മൂപ്പർക്ക് മൂപ്പൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ വിവാഹബന്ധം പിരിയാണ്. അപ്പോൾ അവരൊരു വക്കീലെ കാണാൻ പോകുമ്പോൾ അയാൾക്കത് താല്പര്യമില്ലെങ്കിൽ ആ കേസ് ആൾ ഏറ്റെടുക്കണ്ടേ? കാരണം മൂപ്പരൊരു വക്കീലാണ്. അപ്പോൾ ലോകത്ത് എവിടെ പോയാലും യഥാർത്ഥമായ ഒരു മോട്ടിവേറ്റർ നമുക്ക് കിട്ടില്ല. എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒരു കുറവുണ്ടാവും. ഇപ്പോൾ അമ്മേൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ചോദിക്കുകയാണ്, അമ്മ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്തെങ്കിലും പറഞ്ഞു തരുമെന്ന് പറയുമ്പോൾ അമ്മ തീർച്ചയായിട്ടും എനിക്ക് പറഞ്ഞു തരും. പക്ഷെ അതിനേക്കാളും വലിയ പ്രശ്നത്തിലായിരിക്കും അമ്മ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ കൊണ്ട് തരണം ചെയ്തൊരു വ്യക്തിയായിരിക്കണം അമ്മ. അപ്പോൾ പറയണം, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ നടന്നു വന്ന വഴിയിലൂടെ എനിക്ക് ഇങ്ങനെയൊക്കെ മെച്ചപ്പെട്ട കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞു തരാൻ പറ്റിയ ഒരു മോട്ടിവേറ്റർ എന്ന് വെച്ചാൽ യഥാർത്ഥമായിട്ട് ആരുടെ വാദൻ്റെ ഉമ്മർത്ത് പോയിട്ടാണ് നമ്മൾ ബെല്ലടിച്ച് എൻ്റെ മനസ്സിലൊരു ദുഃഖമുണ്ട് അതൊന്ന് മാറ്റിത്തരുന്ന പറയാൻ പറ്റുന്ന വ്യക്തിത്വമുള്ള വ്യക്തികൾ ആരാണ്? കാരണം അവരനുഭവിച്ച് വന്നവരായിരിക്കും, തീയിൽ കുരുത്തതായിരിക്കണം. അങ്ങനെ ഒരു വ്യക്തികൾ ഉണ്ടാവണം. അങ്ങനെ ഒരു വ്യക്തികൾ ഉണ്ടാകുമ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയണം, അതാ നോക്ക്, ഇതാണ് എൻ്റെ ഫ്ലാഷ് ബാക്ക്,
അങ്ങനെ ആരോട് ചോദിക്കാൻ പറ്റും? ലോകത്ത് അങ്ങനെ ഒരു മോട്ടിവേറ്റർ എവിടെയുണ്ട്? അതെ, എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നുപോയി എല്ലാത്തിനും മികച്ചതായ ഒരു മോട്ടിവേറ്റർ നമുക്കുണ്ട്. ഉണ്ട്. എന്താണെന്നറിയോ? ആരാണെന്ന് അറിയോ? അമ്മയായിരിക്കും. അല്ല, ഞാനായിരിക്കും. ഭാഗവതം വായിച്ചിട്ടുണ്ടോ മോനെ? എവിടെയോ ഒരല്പം. അതെന്താ അറിയോ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഗവതങ്ങളെ സംസ്കൃതം, ഇപ്പൊ അങ്ങനെയല്ല, ഭാഷയിലും എല്ലാ ഭാഷയിലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ എഴുതി സംസ്കൃത പണ്ഡിതർക്ക് മാത്രം വായിക്കുക, അവര് പറഞ്ഞെന്ന് മാത്രം നമുക്കറിയാം. ഇപ്പൊ എല്ലാ ഭാഷയിലും ഉണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ അതല്ല, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കും. അപ്പൊ അത് നോക്കിയാൽ അതിലാകെ ഉള്ള ഒരു മോട്ടിവേഷൻ ആരാണെന്ന് അറിയോ? നമ്മളെല്ലാം പോയി നിന്നിട്ട് പല ബുദ്ധിമുട്ടുകളും, അയ്യോ എനിക്കതാണ് എനിക്കിതാണെന്ന് പറയുന്ന ഒരാളില്ലേ? ശ്രീകൃഷ്ണൻ, ഗുരുവായൂരപ്പൻ, അങ്ങനെ പല പേരിലും വിളിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. ദ ആൾമൈറ്റി ഓഫ് ദ യൂണിവേഴ്സ്. എന്താന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് ഞാൻ പറയട്ടെ. ജനിക്കുന്നതിന് മുമ്പ് തന്നെ അപവാദം കേട്ട ഒരാൾ എന്ന നിലയിൽ, അതായത് ഒരു അമ്മയും അച്ഛനും വിവാഹം കഴിഞ്ഞ ദിവസം തന്നെ ഇന്ന മകൻ ജനിച്ചു കഴിഞ്ഞാൽ അമ്മാവൻ വധിക്കപ്പെടുമെന്നുള്ള അപവാദം. അതായത് അങ്ങനെ ഒരു ഇത് കേൾക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ജനിക്കുന്നതിന് മുമ്പ് തന്നെയാണ്. അതുപോലെ അച്ഛനും അമ്മയ്ക്കും ആ മകൻ പിറക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സമാധാനക്കേട്. എൻ്റെ മകൻ ജനിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആങ്ങള വധിക്കും, അങ്ങനെ എൻ്റെ മകൻ ജനിച്ചാൽ എന്തു സംഭവിക്കും എന്നുള്ള ഒരു സമാധാനക്കേടില്ലേ, അത് അവസാനം ജനിച്ചതെവിടെ? ജനിക്കുന്നതിന് മുമ്പ് തന്നെ 6 സഹോദരന്മാരുടെ വിയോഗത്തിന് കാരണമായി എന്നുള്ള ഒരു അപവാദം. ആലോചിച്ച് നോക്ക്, അത്രയോളം അപവാദമായി. അവസാനം ജനനം 6 പേര് മരണപ്പെട്ടു, ഒരാട് മാത്രം ഭദ്രകാളിയായിരുന്നു, അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. അല്ല, പക്ഷെ 6 പേരുടെ വിയോഗത്തിന് കാരണം അങ്ങനെ ഒരു അപവാദം കൂടി കേട്ടല്ലോ. അത് കാരാഗ്രഹത്തിന് ജനനം. ജനിച്ച ഉടനെ സ്വന്തം അമ്മയിൽ നിന്നും പറിച്ചെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. കുട്ടിയാണ്, ജനിച്ച കുട്ടി ഭഗവാനാണെന്നുള്ളത് നമുക്ക് അറിയാമെങ്കിലും നമ്മുടെ ചൂടേറ്റ് കിടക്കേണ്ട പ്രായത്ത് നമ്മുടെ മുലപ്പാല് കുടിക്കേണ്ട വയസ്സിൽ അമ്മയിൽ നിന്നും വേർപിരിഞ്ഞു. എന്നിട്ടോ അവിടെ ബാല്യകാലത്തിന് ലാളനകൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് എത്ര പേരാണ് കൊല്ലാൻ പോയിരിക്കുന്നത്, എത്ര പ്രാവശ്യം ഏതൊക്കെ രൂപത്തിൽ കൊല്ലാൻ പോയി ആ ചെറിയ കുട്ടിയെ. കളിച്ച് ഓമനത്തങ്ങൾ ലാലനങ്ങൾ ഏറ്റുവാങ്ങേണ്ട പ്രായത്ത് കൊല്ലാൻ വേണ്ടി ആൾക്കാർ. ആ പ്രായത്തിലൊക്കെ നമ്മൾ ആരും ഒന്നും ചെയ്യില്ല അല്ലെ? അങ്ങനെയുള്ള പ്രായത്തിൽ അതുപോലും അല്ല, നമ്മുടെയൊക്കെ ബാല്യകാലത്ത് നമ്മുടെ എത്ര പേര് കൊല്ലാൻ വന്നിട്ടൊന്ന് ആലോചിച്ചു. അപ്പൊ ഭഗവാൻ അതും കൂടി കിട്ടി. പിന്നെ അത് കഴിഞ്ഞു പ്രായം ഇതൊക്കെ ആയ സമയത്ത് ഹൃദയത്തിലേറ്റി സ്നേഹിച്ച എന്താ പറയുക, രാധയെ, എന്താ പറയുക, ആത്മസഖിയെ വിട്ടു പിരിയേണ്ടി വന്നു അല്ലേ? എന്നിട്ടോ പിന്നെ അമ്മാവനെ വധിക്കേണ്ടി വന്നു. അമ്മാവനെ വധിച്ചു എന്നുള്ള അപകീർത്തി ഏറ്റുവാങ്ങേണ്ടി വന്നു. ആ ആത്മസഖ്യെ വിട്ടുവന്ന ആ വിയോഗത്തിന്റെ വേദന, പിന്നെ അമ്മാവനെ വധിച്ചു എന്ന അപകീർത്തി, അത് കാലാകാലത്തിലുണ്ടായിരുന്നു. അമ്മാവനെ വധിച്ചവൻ സ്വന്തം അമ്മാവനെ വധിച്ചവന് വിശ്വസിക്കാൻ പറ്റാത്തവനാണ്. എന്ത് സുഹൃത്താണ്, എങ്ങനെ വിശ്വസിക്കും? കാരണം രക്തബന്ധത്തിലുള്ള അമ്മാവനെ തന്നെ കൊന്നവനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പലരും പാടി നടന്നു. പിന്നെ ഏതോ രാജാവിന്റെ കാരാഗ്രഹത്തിലുണ്ടായിരുന്ന 10,008 സ്ത്രീകളെ മോചിപ്പിച്ച് അവർക്ക് റാണി എന്ന പദവി കൊടുത്തു. പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിയാണ്ട് കൃഷ്ണന് 10,008 ഭാര്യമാരാണ് എന്നുള്ള അപകീർത്തി. കാരണം അവരുടെ അഭിമാനം സംരക്ഷണയാണ് ചെയ്തത്. ഉറപ്പായിട്ടും ആ അഭിമാനം സംരക്ഷിച്ച ആ കൃഷ്ണൻ ഏൽക്കേണ്ടി വന്ന അപമാനം എന്താണ്? 16,008 ഭാര്യമാരെ സ്വന്തമാക്കിയ ആ ഒരു അപകീർത്തി. പിന്നെ ഒരു തെറ്റും ചെയ്യാതെ മനസ്സാ വാച അറിയാത്ത ശമന്തകമണി കട്ടു എന്നുള്ള കള്ളൻ എന്നുള്ള പേര് നോക്കൂ. എന്തൊക്കെ നോക്കൂ. അമ്മാവനെ കൊന്നു എന്നുള്ള പേര് ഒരു വശം, 10 വയസ്സിന് മൂത്ത ഒരാളെ സ്നേഹിച്ചു എന്നുള്ള പേര് ഒരു വശം, രാധ മരിച്ചു പോയതിന്റെ ദുഃഖം വേറൊരു വശം, അതിൻ്റെ ഒപ്പം തന്നെ 10,008 പെണ്ണുങ്ങളെ സ്വന്തമാക്കിയ മായാവിയായ കൃഷ്ണൻ എന്നുള്ള പേര് ഒരു വശം. അങ്ങനെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് സ്വന്തം അമ്മയുടെ ലാലനം ഏറ്റുവാങ്ങാൻ പറ്റാത്ത ദുഃഖത്തിൻ്റെ നിമിഷങ്ങൾ, അത് വേറൊരു വശം. കളിപ്പാട്ടങ്ങൾ കൊണ്ടുപോയി കൊടുക്കേണ്ട പ്രായത്ത് കൊല്ലാൻ വേണ്ടി വന്ന അനേകം പേര്, അത് വേറൊരു വശം. ആ ബാല്യകാലത്ത് അനുഭവിച്ചത്. അത് കഴിഞ്ഞ് എന്താണ് ധർമ്മ സംസ്ഥാനം എന്ത് ചെയ്തു? മഹാഭാരത യുദ്ധം. എന്നിട്ട് എന്താ കേട്ടു? അതിലും ശാപവാക്കുകൾ, ഒരുപാട് ശാപവാക്കുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. താൻ ജനിച്ചു വളർന്ന യാദവകുലം തൻ്റെ കൺമുമ്പിൽ തല്ലി
എന്താ പറയുക തല്ലി പിരിയില്ലേ, എന്താ പറയുക കൊല്ലുക തല്ലിയൊക്കെ ചെയ്യില്ലേ, അങ്ങനെയുള്ളത് യാദവകുലം മുഴുവൻ നശിക്കേണ്ടി കാണേണ്ടി വന്നു. തൻ്റെ കണ്ണോടെ കാണേണ്ടി വന്നു കൃഷ്ണൻ അല്ലേ. പിന്നെ അവസാന നിമിഷത്തിൽ ഒരു വേടൻ അല്ലെങ്കിൽ കാട്ടാളന്റെ അമ്പേറ്റ്, വേടനോ അങ്ങനെ രണ്ടും ഒന്നെന്നെയാണ്. കാട്ടാളന്റെ അമ്പേറ്റ് ആ നിമിഷത്തിൽ പോലും, ആ വേദന സഹിച്ചിരിക്കുന്ന ആ നിമിഷത്തിൽ പോലും, ഇങ്ങനെയുള്ള എല്ലാ വേദനകളും സഹിക്കുമ്പോഴും ആ കൃഷ്ണൻ പുഞ്ചിരിയോടെ തന്നെയാണ് എല്ലാം എന്ന് വെച്ചാൽ ഇതിന്റെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ എന്താന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ കള്ളെന്ന് പേര് കേട്ടപ്പോഴും, മായാവി എന്ന് പേര് കേട്ടപ്പോഴും, അമ്മാവനെ കൊന്നവെന്നുള്ള പേര് കേട്ടപ്പോഴും, ബാല്യകാലത്ത് ഒരുപാട് പേര് കൊല്ലാൻ വന്നപ്പോഴും, അവസാനം ആ വേടന്റെ അമ്പേറ്റ് ആലഞ്ചൂട്ടിൽ തടയുമ്പോഴും ആ കൃഷ്ണന്റെ മുഖത്ത് പുഞ്ചിരി മാഞ്ഞിട്ടുണ്ടാകുന്നില്ല എന്നൊരു സത്യമാണ്. കാരണം അത്രയും പോസിറ്റീവായിരുന്നു ജീവിച്ചത്. എന്ന് വെച്ചാൽ ഇതും ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാണ്, വിധിയാണെന്ന് കരുതി അതിന് പോലും പുഞ്ചിരി നൽകിയ മഹാസ്ഥായ വ്യക്തിത്വത്തിന്റെ ഉടമ. ഒരിക്കൽ പോലും കൃഷ്ണൻ ദുഃഖിച്ചതായിട്ട് കണ്ണിൽ അശ്രുക്കൾ നൽകുന്നതായിട്ട് ആരും കണ്ടിട്ടില്ല. കൃഷ്ണന്റെ കണ്ണുകളിൽ അശ്രു കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണ് നമ്മുടെ കുചേലന്റെ ആ സ്നേഹത്തിന്റെ മുമ്പിൽ വർഷങ്ങൾക്ക് ശേഷം ദാരിദ്രനായ കുചേലനെ കണ്ടപ്പോൾ ആ കണ്ണുകളിൽ ആ സ്നേഹിതനെ കണ്ട ഒരു ആനന്ദാശ്രു ആണെന്നാണ് അത് പറയുന്നത്. ആ ഒരു നിമിഷം അത് മാത്രം കണ്ണന്റെ കണ്ണിലുള്ള ഒരു തുള്ളി കണ്ണീര് പൊടിഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ജീവിതകാലം മുഴുവനും പാസിറ്റീവ് എന്താണെന്ന് കാണിച്ചെന്ന് ജീവിതകാലം മുഴുവൻ തൻ്റെ ചുറ്റം കൂടിയിരുന്നത് മുഴുവൻ നരകതുല്യമായ വേദനകളാണ്, നരകതുല്യമായ നോവുകളാണെന്ന് അറിഞ്ഞ് പ്രാണനേരെ സ്നേഹിച്ച തൻ്റെ പ്രാണസഖിയായ രാധ പിരിയുമ്പോഴും, ചെയ്യാത്ത തെറ്റിന് കള്ളനെന്ന പേര് കേൾക്കുമ്പോഴും, ലോകം മുഴുവൻ മായാവി എന്ന് വിളിക്കുമ്പോഴും, ധർമ്മയുദ്ധത്തിന് സാരഥിയായി നിന്ന് അവസാനം ഗാന്ധാരയുടെ ശാപവാക്കുകളുകൊണ്ട് ഹൃദയം പൊട്ടുന്ന വേദന ഉണ്ടാകുമ്പോഴും ആ ശാപവാക്കുകളുടെ അമ്മ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങിയ കൃഷ്ണൻ്റെ നന്ദിയുള്ള മകൻ. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും, ഏതൊരു സിറ്റുവേഷനിലും, ഏതൊരു സന്ദർഭത്തിലും കൃഷ്ണൻ എന്നും പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു. ആ പുഞ്ചിരി ഒരു പോസിറ്റീവ്നെസ്സാണ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ മോട്ടിവേറ്ററാണ്. കാരണം നമ്മളൊക്കെ ഈ കൃഷ്ണൻ്റെ അമ്പലത്തിന് മുമ്പത്ത് പോയിട്ട് അയ്യോ എൻ്റെ ദുഃഖം ഒന്ന് കാണണേ, എൻ്റെ ദുഃഖം ഒന്ന് കാണണേ, എനിക്ക് ആ ദുഃഖമുണ്ട്, ഈ ദുഃഖമുണ്ട്, എന്ത് ദുഃഖമുണ്ട്, ഒന്നുമില്ലെങ്കിൽ ഭാര്യ പിരിഞ്ഞു പോയി, അച്ഛനമ്മ ഇല്ലാത്ത അനാഥനായി എന്നുള്ളത്, അല്ലെങ്കിൽ ഭർത്താവ് വിട്ടുപോയി എന്നുള്ളത്, എനിക്ക് കുഞ്ഞുങ്ങളാവുന്നില്ല എന്നുള്ളത്, എനിക്ക് സമ്പത്തില്ല എന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു കുറവുണ്ടെന്നുള്ളതല്ലാതെ ജീവിതകാലം മുഴുവനും ജനിച്ച് മരണം വരെയും കഷ്ടതകൾ മാത്രം അനുഭവിച്ചിട്ട് മുഖത്തിൻ്റെ പുഞ്ചിരി മാറാത്ത ലോകത്തെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ മുമ്പത്ത് പോയിട്ടാണ് അതിൻ്റെ പകുതി പോലും അനുഭവിക്കാത്ത നമ്മൾ പോയിട്ട് പറയുന്നത്, കൃഷ്ണ എൻ്റെ ദുഃഖം ഒന്ന് കാണൂ, എൻ്റെ സങ്കടം ഒന്ന് കാണൂ, എന്നെ ഒന്ന് കരകയറ്റു വന്നിട്ട് കരയിടത്. മനസ്സിലായില്ലേ? നമുക്കൊക്കെ എന്താ ഒന്നോ രണ്ടോ ദുഃഖങ്ങളോ ഒന്നോ രണ്ടോ വിഷമങ്ങളോ തന്നിട്ടുണ്ട് അല്ലേ, അതിനെന്നെ നമുക്ക് സഹിക്കാൻ വയ്യ. എന്നിട്ട് നമ്മൾ കരയുന്നു, അയ്യോ എനിക്ക് ഇങ്ങനെ തന്നല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ ആ ഭഗവാന്റെ മുമ്പിൽ. അപ്പൊ ആ ഭഗവാൻ എല്ലാം ഒരുമിച്ച് ഏറ്റുവാങ്ങിയാണാണ് എല്ലാം. അതാണ് മനുഷ്യന്റെ ജീവിതത്തില് മനുഷ്യജന്മം എടുത്തു കഴിഞ്ഞാൽ ഈ വക എല്ലാ ബുദ്ധിമുട്ടുകളും വരും. അതൊക്കെ തരണം ചെയ്ത് നമ്മൾ ആ ജീവിതത്തെ പോസിറ്റീവായി കാണണം എന്നാണ് കൃഷ്ണൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വിഗ്രഹത്തിന് മറ്റേ ചലനശേഷി ഉണ്ടെങ്കിൽ ആ വിഗ്രഹം ഇറങ്ങി വന്ന് നിന്റെ തോളത്ത് കൈവച്ച് പറഞ്ഞേനെ, നീ വീണ്ടും പോയി ഒന്ന് ഭാഗവതം വായിക്കൂ, ഞാൻ അനുഭവിച്ചതിൻ്റെ 3 രണ്ടും കൂടി നീ അനുഭവിച്ചിട്ടില്ല, നന്മകൾ ചെയ്ത തിന്മകളിൻ്റെ പരിവേഷം കെട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ, ലോകം മുഴുവൻ മായാവി മായാവി മായാവി, കള്ളനാണ്, മജീഷ്യനാണ്, മായാവിയാണ്, ഒരുപാട് പെണ്ണുങ്ങളെ കെട്ടിയ ഒരു വ്യക്തിയാണ്, അങ്ങനെ അനേകം പേർ, രക്തസമ്പത്തിനും കൂടി വിലയില്ലാതെ സ്വന്തം അമ്മാവനെ കൊന്നവനാണ്. അങ്ങനെ എല്ലാം കേട്ട് അവസാനം നേരെ ഒരു വേടൻ്റെ അമ്പയിട്ട് പിടയുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുരിതങ്ങൾക്കും രാധ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്നെക്കാളും മുമ്പ് എന്നെ വിട പറഞ്ഞ് പോകുമ്പോഴും ഞാൻ തോറ്റുപോയി, ഇനി എന്തിനാണ് എനിക്ക് ജീവിതം, ഇനി ഞാൻ ഈ ജീവിതം മതിയാക്കുകയാണെന്ന് ഒരിക്കലും ആ ജന്മമെടുത്ത കൃഷ്ണൻ പറഞ്ഞില്ല. അപ്പോൾ അത്രയും വലിയൊരു മോട്ടിവേറ്റർ, അത്രയും ഒരു പ്രചോദനായ സർവശക്തനെ മുമ്പത്ത് പോയിട്ട് ചെറിയ കാര്യത്തിന് വേണ്ടി നമ്മൾ പോയി പറയുമ്പോൾ കൃഷ്ണൻ ഒന്നുമില്ലെങ്കിൽ മനസ്സിൽ ഉറപ്പുണ്ടാവും, നിങ്ങൾ എന്നെ കാണാൻ വരുന്നേക്കാളും മുമ്പ് ഞാൻ എഴുതിയ ഭാഗവതം ഒന്നും കൂടി വായിച്ചു നോക്കിയാൽ പോലെ. കാരണം സംസ്കൃതം അറിഞ്ഞില്ലെങ്കിൽ മലയാളം, മലയാളം അറിഞ്ഞില്ലെങ്കിൽ കന്നഡ അറിഞ്ഞില്ലെങ്കിൽ തെലുങ്ക്, ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ അറബിയിലും ഇംഗ്ലീഷിലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് 1 2 പ്രാവശ്യം വായിക്കും. ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണ പരമാത്മൻ തന്നെയാണ്. അങ്ങനെ എഴുതി വെച്ച പുസ്തകങ്ങൾ ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും എടുത്ത് വായിച്ച് സ്വന്തം വീട്ടിൽ ഒരു കഷ്ടത വരുമ്പോൾ ഭാഗവതത്തിൻ്റെ ഭഗവത്ഗീതയുടെ ഓരോ ഭാഗങ്ങൾ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കഷ്ടതകളൊന്നും ഒരു കഷ്ടതകളല്ല. ശ്രീകൃഷ്ണ പുരാണങ്ങൾ വായിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഓരോ
ഓരോ സന്ദർഭങ്ങളിലെ ആഴത്തിൻ്റെ ഹൃദയാഴത്തും കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ സങ്കടങ്ങളിലും പുഞ്ചിരിച്ചൊരു വ്യക്തിയുടെ പേരാണ് ശ്രീകൃഷ്ണൻ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ടാറ്റാ ബിർലേനെ പോലെ ആവണം, അംബാനിനെ പോലെ ആവണം. അപ്പോൾ ടാറ്റാ ബിർലയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, എനിക്കൊരു ട്രാക്ടർ ഓടിച്ച് നടന്നാൽ മതി. മനസ്സിലായില്ലേ? സ്വതന്ത്രമായിട്ട് അയാൾക്ക് നടക്കുക. ഇപ്പം നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സെലിബ്രിറ്റി ആയ വ്യക്തികൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ തന്നെ പറയുള്ളൂ. അത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സ്ഥലത്തും സ്വതന്ത്രമായിട്ട് അവർക്ക് പോകാൻ പറ്റില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നടക്കാൻ പറ്റില്ല. ഒരു മീൻ മാർക്കറ്റിൽ പോയിട്ട് ഒരു മീൻ മേടിച്ചിട്ട് വീട്ടിലേക്ക് നടന്നുകൊണ്ട് വരാൻ പറ്റില്ല. ഒരു ചിക്കൻ മാർക്കറ്റിൽ പോയിട്ട് ചിക്കൻ മേടിക്കാൻ പറ്റില്ല. എന്തിനൊരു പച്ചക്കറി മേടിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും സാധാരണക്കാരൻ്റെ ഒരു ബാർബർ ഷോപ്പ് പോയിട്ടൊന്ന് മുട്ടി വെട്ടിയിട്ട് വീട്ടിലേക്ക് വരാൻ പറ്റില്ല. നടന്നൊന്നും വരാൻ പറ്റില്ല. ഇതിനൊക്കെ ഫുൾ ടൈം സെക്യൂരിറ്റി വേണം. ഇങ്ങനൊരു ഗതികേടാണ് അവൻ്റെ നിങ്ങൾ ഓർക്കണം. അതിലൊക്കെ എത്ര സന്തോഷമായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. കാരണം സെലിബ്രിറ്റി ആവാന്നുള്ളത് എത്ര ബുദ്ധിമുട്ടാണോ ആയിക്കഴിഞ്ഞ് ജീവിക്കുക എന്നുള്ളതും അത്ര തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജീവിതത്തിൽ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പെരുമഴ പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെയൊക്കെ ഉണ്ണിയായി, നിങ്ങളുടെ ഉണ്ണിക്കണ്ണനായും സഹോദരനായും കൂട്ടുകാരനായും ചില പെൺകുട്ടികൾക്ക് കാമുകരായും ഉള്ള ശ്രീകൃഷ്ണ പരമാത്മാനെ ഓർത്തിട്ട് പറയുക, കൃഷ്ണ കൃഷ്ണ, നിന്റെ കഥകൾ ഞാൻ വായിച്ചു കഴിഞ്ഞു. എൻ്റെ ദുഃഖങ്ങളെല്ലാം നിന്റെ ദുഃഖത്തിൽ നിമ്പർത്ത് ഒന്നുമല്ല. മഴത്തുള്ളി പോലെയുള്ള എൻ്റെ ദുഃഖങ്ങൾ സാഗരം പോലെയുള്ള നിന്റെ ജീവിത കഥയുടെ നിമ്പർത്ത് എന്താണ് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്, കൃഷ്ണ ഭാഗവതം വായിച്ചിട്ടാണ് വന്നത്. നിന്നെപ്പോലെ ഞാനും ദുരിതത്തിലാണ്, നിന്നെപ്പോലെ ഈ ദുരിതവും സഹിച്ച് ഞാൻ പുഞ്ചിരിക്കും എന്നുള്ള ആത്മവിശ്വാസം നൽകി വരുമ്പോൾ കൃഷ്ണനും നിന്റെ കൂടെ ഉണ്ടാവും. കാരണം ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ കഞ്ഞിയേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ, ഒരു ചമ്മന്തിയേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. പുറത്തിറങ്ങിയിട്ട് പറയണം ബിരിയാണി കഴിച്ചിട്ടാണ് വരുന്നത്. ഇതാണ് ജീവിത തത്വം. എവിടെയും എപ്പോഴും ആരുടെ മുമ്പർത്തും ഞാൻ ഒന്നുമല്ലാത്തതാണെന്നൊരു തോന്നൽ മനുഷ്യ ഹൃദയത്തിൽ നിന്നും മാറ്റിവെക്കണം. അങ്ങനെ മാറ്റിവെച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ജനങ്ങൾ ബഹുമാനിക്കുള്ളൂ. നിങ്ങൾക്കൊരാൾക്ക് ചായ മേടിച്ചു കൊടുക്കാൻ കാശില്ലെങ്കിൽ അയാൾ ചായ കുടിക്കാൻ വിളിക്കുകയാണെങ്കിൽ പറയണം, എനിക്ക് ചായ വേണ്ട, ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മെല്ലെ ഒഴിവായി പോകണം. കാരണം ഇന്ന് നിങ്ങൾക്ക് ചായ മേടിച്ച് തന്നാൽ നാളെ നിങ്ങൾ തിരിച്ച് മേടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വില നിങ്ങൾ തന്നെ പണയം വയ്ക്കും പോലെയാണ്. അപ്പോൾ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റത്തിലാണ്. ആ പെരുമാറ്റത്തെ സംരക്ഷിക്കുക. ഇല്ലാത്തവൻ ഉള്ള പോലെ ജീവിക്കണം, ഉള്ളവൻ കുറച്ച് ഇല്ലാത്ത പോലെയും ജീവിക്കണം. കാരണം ഉള്ളവൻ ഒരുപാട് അഹങ്കരിച്ചു കഴിഞ്ഞാൽ ഈ ലോകം നിന്നെ വില വയ്ക്കില്ല. ഉള്ളവൻ ഒന്ന് താന്ന് നിൽക്കുമ്പോഴാണ് ആ ഉള്ളതിനും ഒരു വിലയുണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ യഥാർത്ഥ മോട്ടിവേറ്റർ അംബുജാശിയെ കണ്ടുപിടിച്ചു വന്നു. ഇപ്പോൾ എനിക്കൊരു വിഷമമുണ്ട്, അമ്മയ്ക്കുള്ള സൗന്ദര്യം എനിക്കില്ലല്ലോ. ആ വിഷമം എനിക്ക് ഇന്നത്തോടു കൂടി പോയി. കാരണം കൃഷ്ണൻ ആ മോട്ടിവേഷൻ ചെയ്തിട്ടുണ്ട്. കൃഷ്ണൻ ഇതിന്റെ അപ്പുറം കളിയാക്കിയിരുന്നു. അപ്പൊ അമ്മ ഭാഗവതം ഒന്നും കൂടി വായിച്ചു നോക്ക്. കൃഷ്ണനാ യശോദന സ്വയം കെടുത്ത പോലെ ലോകത്താരും സ്വയം കെടുത്തില്ല. അതറിയില്ല അമ്മയ്ക്ക്. ഇതും സ്വയം കെടുത്തൽ തന്നെയാണ്. അപ്പോ നീ മോട്ടിവേറ്റർ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാൻ മോട്ടിവേറ്റർ ഇന്ന ആളാന്ന് പറഞ്ഞപ്പോ നീ ഇത്ര ദൂരത്തിൽ പറഞ്ഞല്ലോ. അമ്മ, ഞാൻ ഏത് ട്രെയിനിലാണ് കയറേണ്ടത് ചിലപ്പോ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചൊന്ന് വരും. അത് പറഞ്ഞിട്ട് ട്രെയിൻ യാത്ര എങ്ങനെ ആസ്വദിച്ച് ചെയ്യണം തീരുമാനിക്കണം ഞാനാണ്. അല്ലാണ്ട് അവിടുന്ന് വിരല് കാണിച്ചിട്ട് ഇന്ന ട്രെയിനിൽ പോയാൽ മതി, ഇതാണ് നിങ്ങളുടെ കോച്ച് എന്ന് പറഞ്ഞു തരുന്ന ആളുടെ വാക്ക് കേട്ടിട്ട് ഞാൻ അയാളിനപ്പുറത്ത് തന്നെ പെരുമാറുന്നുണ്ടോ? എന്റെ യാത്രയല്ലേ, ഞാൻ നിങ്ങളുടെ യാത്ര ചെയ്തു. മീൻസ് എന്തൊരു കാര്യം ചോദിച്ചു. അല്ലല്ല ഞാൻ കണ്ട ഡോക്ടർ, ഞാൻ കണ്ട അഡ്വക്കേറ്റ്, അച്ഛൻ എന്നെ എന്തെങ്കിലും പറഞ്ഞ് കുറ്റവാളിയാക്കിയിട്ട് എവിടെയെങ്കിലും നിർത്തുമ്പോൾ അമ്മയാണ് എനിക്ക് വേണ്ടി വാദിക്കാറുള്ളത്. ചെറുപ്പത്തിൽ വല്ല മുറിവോ കാര്യങ്ങളെ പറ്റി എന്തിനും ഇപ്പം തന്നെ കയ്യിലൊരു മുറിവ് പറ്റിയ ആൾക്ക് അതിനിടക്ക് ഓടി വന്ന് മരുന്ന് കഴിച്ചു തരുന്ന ഡോക്ടറാണ്. എനിക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ്, ഡോക്ടറാണ്, ഫ്രണ്ടാണ്, ടീച്ചറാണ്. അങ്ങനെ ഈ ലോകത്തുള്ള എന്തൊക്കെ പദവികൾ, എന്തിന് ഇവിടുത്തെ IAS ഓഫീസറും കൂടിയാണ് അമ്മ. അതങ്ങനെയാണ്. ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മൊത്തം നമ്മുടെ കയ്യിലല്ലേ. പിന്നെ പോരാത്തതിന് ഹോം മിനിസ്റ്ററും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ പദവിയിലുള്ള ഒരു അമ്മേൻ്റെ അടുത്തല്ലാണ്ട് ഞാൻ ആരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുക ആരാണ് മോട്ടിവേറ്റർ എന്ന്. കാരണം ഇത്രയും പദവി ഏറ്റെടുത്തൊരു വ്യക്തിയല്ലേ ഓരോ അമ്മമാരും. അമ്മയ്ക്കല്ല, ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും ഇത്ര പദവിയുണ്ട്. പിന്നെ IPS എന്നുള്ളൊരു പദവിയും കൂടെ ഉണ്ട്. ഇന്റീരിയർ പേഴ്സണൽ സർവീസ് മീൻസ് മക്കൾക്ക് വേണ്ടിയിട്ട് പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒളിച്ചു വെച്ച് അതൊക്കെ മെല്ലെ എന്നാൽ കൊണ്ടൊക്കെ പോകണം, ചിലവ് ചെയ്തിട്ട് 5 പൈസ ബാക്കിയാക്കാണ്ട് കൊണ്ടുപോകുമെന്ന് പറയുന്ന അമ്മയും ഒരു IPS ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാം കൊണ്ടും അമ്മ എല്ലാ പദവിക്കും ഒന്നും പറയരുത്. ആരെങ്കിലും ചോദിച്ചാൽ ഹൗസ് വൈഫ് ആണെന്നൊന്നും പറയരുത്. ഞാൻ ഓൾ ഇൻ വൺ ആണ്. ഞാനാണ് മൊത്തം യൂണിവേഴ്സ് എന്ന് പറയണം. മനസ്സിലായില്ലേ? ഈ ലോകത്ത് എന്തൊക്കെ പദവികളുണ്ടോ ആ പദവികളൊക്കെ ഞങ്ങൾ വീട്ടമ്മമാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ഒറ്റ വാക്കിൽ അങ്ങോട്ട് പറയാം. പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്തുള്ള മുഴുവൻ പദവി നിങ്ങളുടെ മുമ്പത്ത് ചെറുതാണ്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ.
നിങ്ങളിങ്ങനെ ആരോഗ്യമായിട്ട് ആരോഗ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ. ആ ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, ഈ സ്നേഹം ഇനി കാലാകാലത്തിന് എല്ലാ മക്കൾക്കും എന്നും കിട്ടണമെങ്കിൽ ഓരോ വീട്ടിലും ഓരോ അമ്മമാർക്ക് ഈ പദവികളുടെ ഒപ്പം ഇതുപോലെ പുഞ്ചിരിക്കാനുള്ള അവസരം കൂടി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അമ്മയുടെ മോട്ടിവേഷൻ കഥയിൽ ഞാൻ കയറി വന്നു എന്നുള്ള ഒരു അപകീർത്തി ഈ കൃഷ്ണനും ഉണ്ടായിട്ടുണ്ട്. അത് അപകീർത്തി കറക്റ്റ് അല്ല, അത്ര അറിയാനോ എന്റെ മകന് എന്നുള്ളത് എനിക്കുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത് കൂട്ടി കഴിക്കാൻ ഇത് ഞാനിന്ന് നിങ്ങളെ കാണാൻ ഇതിപ്പോ നിങ്ങൾക്കൊക്കെ അറിയണ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് വെച്ചിട്ടുണ്ടാവും. ഞാൻ അതിനു വേണ്ടിയൊന്നല്ല കേട്ടോ. ഇത് എന്താ പറയാ, കൊത്തവര തോരൻ. ഇതിന്റെ കൂടെ ഞാൻ പച്ചമുളക് കുറച്ച് ചീനമുളകും ചതച്ചിട്ട് 2 ചെറിയ ഉള്ളി അരിഞ്ഞ് നന്നായി മോരൊഴിച്ചിട്ട് ഇതും കൂട്ടിയിട്ട് ഒരു അച്ചാർ കൂട്ടിയിട്ട് ഞാൻ കഴിക്കും. ഇവർക്ക് പിന്നെ അവിടെ കുറെ ഉണ്ട്, അതൊക്കെ ഞാൻ ചൂടാക്കി കൊടുക്കും. അതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും 2-3 ദിവസം ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ എനിക്ക് എന്തെങ്കിലും വേറെ ഒന്നും ഉണ്ടാക്കാൻ അവിടെ ഉള്ള സാധനമൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താ ചെയ്യാറുണ്ട്? അപ്പൊ എനിക്ക് മാത്രമായിട്ട് ഇപ്പൊ ഞാൻ എന്താ ഉണ്ടാക്കുക? അപ്പൊ ഞാനൊരു വെജിറ്റബിൾ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്, നിങ്ങളെ കാണാനും കൂടി വന്നതാണ് കേട്ടാ. അപ്പൊ എന്തായാലും ഞാൻ വിളിക്കില്ല. എല്ലാവരുടെ വീട്ടിലും നോൺ വെജ് ഒരുപാട് ഐറ്റംസ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങളെ ഞാനിപ്പോ ഈ കൊത്തവര കൂട്ടിയിട്ട് കഴിക്കാൻ വിളിക്കണോ? അപ്പൊ ഇല്ല, ഇന്നൊരു ദിവസം വിളിക്കാം കേട്ടോ. ഓക്കെ, ബൈ.